السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീൻ എന്നാൽ അത് ഗുണകാംക്ഷയാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഏതാനും ചില കാര്യങ്ങൾ എന്നോടെന്നതുപോലെ സൂചിപ്പിക്കാനുള്ളത്. ദീൻ അത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസിൻ്റെ ഭാഗമാണ്. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബി അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസാണിത്. ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് ആ ഹദീസ് ഇങ്ങനെ വായിക്കാം: عن أبي رقية تميم بن أوس الداري رضي الله عنه أن رسول الله صلى الله عليه وسلم قال: الدين النصيحة. قال: قلنا لمن يا رسول الله؟ قال: لله ولكتابه ولرسوله ولأئمة المسلمين ولعامتهم. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ റിവായത്ത് ചെയ്തിരിക്കുന്നു ഈ രൂപത്തിൽ, ഇതേ ലഫ്ളിൽ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ചില റിവായത്തിൽ 3 തവണ ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്: അദ്ദീനു അന്നസീഹ. ദീൻ എന്നാൽ അത് നസീഹത്താണ്. എന്താണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം? അന്നസീഹ എന്ന വാക്കിന് അറബിയിൽ അതിൻ്റെ ഭാഷാർത്ഥമായി പറയപ്പെട്ടതായി നമുക്ക് കാണാം. അന്നസീഹത്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത്തസ്ഫിയ എന്നാണ് അതിൻ്റെ അർത്ഥം, അഥവാ ശുദ്ധീകരിക്കുക. അതുകൊണ്ടാണ് അറബിയിൽ നസഹത്തുൽ ആസല, തേൻ ശുദ്ധീകരിച്ചു എന്ന് പറയാൻ അവർ നസീഹത്ത് എന്ന വാക്ക് ആണ് ഉപയോഗിച്ചിരുന്നത്. അൻ നസീഹ എന്നത് ശുദ്ധീകരിക്കലാണ്. അതേപോലെ തന്നെ അസ്സാഫി അൽ ഖാലിസ് എന്നർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ അറബിയിൽ ഇപ്രകാരം പറയപ്പെടാറുണ്ട്: ദഹബുൻ നാസിഹുൻ. ഒരു കളങ്കവുമില്ലാത്ത പരിശുദ്ധമായ സംശുദ്ധമായ സ്വർണം എന്ന് സ്വർണത്തെക്കുറിച്ച് പറയാറുണ്ട്. എല്ലാ രൂപത്തിലുള്ള സ്വർണത്തിൽ കലരുന്ന മറ്റുള്ള കാര്യങ്ങൾ, അതൊക്കെ അതിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ചെടുക്കുന്ന സ്വർണത്തിന് ഈ വാക്ക് അറബിയിൽ പ്രയോഗിക്കും എന്ന് നമുക്ക് കാണാം. സഹോദരങ്ങളെ, എന്തിനാണ് ഈ ഭാഷാർത്ഥം കൂടെ പറഞ്ഞത്? അദ്ദീനു അന്നസീഹ എന്ന് പറഞ്ഞാൽ ദീൻ അഥവാ പരിശുദ്ധ ഇസ്ലാം അത് നസീഹത്താണ് എന്ന് പറഞ്ഞാൽ ദീന് മുഴുവനും
സംശുദ്ധമാണ്, പരിശുദ്ധമാണ്. അഥവാ ദീനിലുള്ള ചില കാര്യങ്ങൾ, ഇനി പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ദീൻ അത് നസീഹത്താണ് എന്ന് പറയപ്പെട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആരോടാണ് നസീഹത്ത് ഉണ്ടായിരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെ സഹാബത്ത് ചോദിച്ചത്? ദീൻ നസീഹത്താണ് എന്ന് പറഞ്ഞാൽ ദീൻ മുഴുവനും ഗുണകാംക്ഷയാണ്, സംശുദ്ധമായിരിക്കണം, പരിപൂർണമായി ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. അഥവാ ഇനി പറയാൻ പോകുന്ന 5 ആളുകളോട്, അതല്ലെങ്കിൽ 5 കാര്യങ്ങളിൽ അവരുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇടപാടുകൾ കറകളഞ്ഞതായിരിക്കണം, പരിശുദ്ധമായിരിക്കണം, സംശുദ്ധമായിരിക്കണം. അതാണ് ലിമൻ യാ റസൂൽ അല്ലാഹ്, ആരോടാണ് അള്ളാഹുവിൻ്റെ റസൂലെ നസീഹത്തുണ്ടായിരിക്കേണ്ടത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഒന്നാമതായി ലില്ലാഹ്, അള്ളാഹുവിനോട്. അഥവാ അള്ളാഹുവുമായി ബന്ധപ്പെട്ട നമ്മുടെ മുആമലാത്തുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ നസീഹത്തുണ്ടായിരിക്കണം. അത് സ്വാഫിയായിരിക്കണം, ഖാലിസായിരിക്കണം, ഒരു കളങ്കവുമില്ലാതെ. ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിനോട്, വിശുദ്ധ ഖുർആനിനോട്. വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളോട്. വലി ആമ്മത്തിഹിം, മുസ്ലിമീങ്ങളിലെ സാധാരണ ജനങ്ങളോട്. ഇവരോടെല്ലാവരോടുമുള്ള നമ്മുടെ, അഥവാ നമ്മുടെ ഓരോരുത്തരുടെയും ഇടപാട്, നമ്മുടെ സ്വഭാവം, നമ്മുടെ നിലപാട്, നമ്മുടെ അവസ്ഥ, അത് അസ്വാഫി ആയിരിക്കണം, ഗുണകാംക്ഷയോട് ആയിരിക്കണം. അതേപോലെ മലയാളത്തിൽ അൻ നസീഹത്ത് എന്നതിന് അർത്ഥം പറയാറുണ്ട് കൂറുപാലിക്കുക എന്നത്, അങ്ങനെയും അർത്ഥം പറയാറുണ്ട്. അൻ നസീഹ എന്നതിന് ഗുണകാംക്ഷ എന്നതുപോലെ തന്നെ കൂറുപാലിക്കൽ എന്നുകൂടി അർത്ഥം പറയാറുണ്ട് മലയാളത്തിൽ. ഈ പറഞ്ഞ 5 കാര്യങ്ങളോട് നമുക്ക് ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം, നമ്മൾ കൂറുപാലിക്കണം. അതിലൊന്നും ഒരു വീഴ്ചയും വരാൻ പാടുള്ളതല്ല, ഒരു കളങ്കവും ഉണ്ടാവാൻ പാടുള്ളതല്ല. അതിനാണ് ഞാൻ തുടക്കത്തിൽ ഭാഷയുടെ അർത്ഥം പറഞ്ഞത്. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഭാഷാർത്ഥം പറഞ്ഞു വെക്കാറുണ്ട്. ഭാഷയിൽ അൻ നസീഹത്ത് എന്നതിനുള്ള അർത്ഥം അത് മനസ്സിലാക്കിയാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. അതാണ് അസ്സാഫി, അൽ ഖാലിസ് എന്നൊക്കെ പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, ദീൻ എന്നാൽ അത് മുഴുവനും കറകളഞ്ഞതാണ്, നസീഹത്താണ്. അല്ലാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ദീനിൽ അതിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം ഏറ്റവും സംശുദ്ധമാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്തു നോക്കൂ. ഇതെല്ലാം നമ്മുടെ ദീനിൻ്റെ അടിത്തറകളാണ്. ഇതില്ലാതെ നമുക്ക് ജീവിതമില്ല. നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭരണാധികാരികൾ, അതുപോലെ സാധാരണ ജനങ്ങൾ, ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവരോടൊക്കെ നമുക്ക് ബാധ്യതകളുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. അതേറ്റവും സാഫിയായിരിക്കണം എന്നതാണ് പറഞ്ഞതിൻ്റെ ആകെ തുക. സഹാബത്ത് റളിയല്ലാഹു അൻഹും ചോദിച്ചു, ലിമൻ യാ റസൂൽ അല്ലാഹ്, ആരോടാണ് അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ചോദ്യത്തിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചു. മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ അറിവ് നേടാനുള്ള താല്പര്യം ഇതിലുണ്ട്. ദീൻ എന്നാൽ നസീഹത്താണെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിക്കോട്ടെ,
എന്ന് പറഞ്ഞവർ അവിടെ അവസാനിപ്പിച്ചില്ല. അവർ ചോദിക്കുകയാണ്, ആരോടാണ് നബിയെ? കാരണം അത് പാലിക്കാനുള്ളതാണെന്നവർക്ക് മനസ്സിലായി, അത് പ്രവർത്തിക്കാനുള്ളതാണ് എന്നവർക്ക് മനസ്സിലായി. കേവലം കേട്ടിരിക്കുക എന്നതല്ല, മറിച്ച് ദീന് മുഴുവനും നസീഹത്താണെങ്കിൽ അത് പാലിക്കപ്പെടാൻ അർഹതപ്പെട്ട ചിലതുണ്ടാകും, ചിലരുണ്ടാകും. അതാരാണ് എന്ന് നബിയെ അങ്ങ് പറഞ്ഞു തരണം എന്നവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്, അവരുടെ താല്പര്യമാണത്. അതിൽ സഹോദരങ്ങളെ നമുക്ക് വലിയ ഗുണപാഠമുണ്ട്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പഠിച്ചിരിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ അത് ചോദിച്ച് പഠിക്കണം, അത് ചോദിച്ച് പഠിക്കണം, അതറിയണം, എന്നിട്ടത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും ഈ ചോദ്യം ചോദിച്ചത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അവരുടെ താല്പര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമത്തേത്, നമുക്ക് ഓരോരുത്തർക്കും നസീഹത്തുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ ഒന്നാമതായി നമുക്ക് നസീഹത്തുണ്ടായിരിക്കേണ്ടത് ലില്ലാഹ്, അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് ഗുണകാംക്ഷയുള്ളവരായിരിക്കണം നമ്മൾ. അഥവാ അള്ളാഹുവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ മുആമലാത്തുകൾ അത് പരിശുദ്ധമായിരിക്കണം. എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള നമ്മുടെ മുആമലാത്ത്? എന്താണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ ഇടപാടുകൾ? റബ്ബിനോടുള്ള, അള്ളാഹുവിനുള്ള ഇബാദത്തുകളാണ്, അള്ളാഹുവിനുള്ള ഈമാനാണ്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എങ്ങനെ വിശ്വസിക്കണം, അള്ളാഹുവിന് നമ്മൾ എങ്ങനെ ഇബാദത്ത് ചെയ്യണം, ഇത് കൃത്യമായിരിക്കണം. അതിലൊരു കളങ്കവും ഉണ്ടാവാൻ പാടില്ല. അതാണ് റബ്ബിനോടുള്ള നസീഹത്ത്. പണ്ഡിതന്മാർ പറഞ്ഞു, അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ വുജൂദ്, അതിൽ വിശ്വസിക്കലാണ്. ഒരു സൃഷ്ടാവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈ പ്രപഞ്ചം ഇത് തനിയെ ഉണ്ടായതല്ല, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ആകാശഭൂമികളും അതിലുള്ളതും അതിലിടയിലുള്ളതും സർവ്വതും സൃഷ്ടിച്ചു പരിപാലിച്ച് നിയന്ത്രിക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ നമ്മുടെ ഈമാനാണ്. അത് അള്ളാഹുവിനോടുള്ള നസീഹത്താണത്. അതുകൊണ്ട് തന്നെ ഒരു നിരീശ്വരവാദി, ഒരു നിഷേധി അള്ളാഹുവിനോട് നസീഹത്ത് കാണിക്കാത്തവരാണ് ഈ കാര്യം നിഷേധിച്ചത് കൊണ്ട്. അവൻ്റെ റബ്ബുമായുള്ള ഇടപാട് ശരിയായില്ല. കാരണം അവനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അവൻ്റെ മുമ്പുള്ളവരെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. ഈ കാണുന്ന സർവ്വതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. എന്നിട്ട് അവൻ അതിനെ നിഷേധിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പാലിക്കേണ്ട നസീഹത്തിൽ അവൻ വീഴ്ച വരുത്തിയിരിക്കുന്നു. അതൊരിക്കലും നമുക്കുണ്ടാവാൻ പാടുള്ളതല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ വുജൂദ്, അതിൽ വിശ്വസിക്കുക എന്നത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തിൽ വിശ്വസിക്കലാണ്. അള്ളാഹുവിനെ ഏകനാക്കണം. അതിനാണ് അറബിയിൽ തൗഹീദ് എന്ന് പറയുക. തൗഹീദ് എന്ന് പറയാറുണ്ട്. എന്താണ് തൗഹീദ്? വഹദ യുവഹിദു എന്ന അറബി വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഏകനാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. വഹദ എന്നാൽ ഏകനാക്കി. അള്ളാഹുവിനെ ഏകനാക്കണം. എന്തിൽ നിന്നൊക്കെയാണ് ഏകനാക്കേണ്ടത്? എങ്ങനെയാണ് ഏകനാക്കേണ്ടത്? അള്ളാഹുവിനെ പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ഏകനാക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ, അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യത്തിൽ ഏകനാക്കണം. അഥവാ സൃഷ്ടിപ്പും നിയന്ത്രണവും അധികാരവും ഉടമസ്ഥതയും ജീവിപ്പിക്കലും മരിപ്പിക്കലും തുടങ്ങിയ അള്ളാഹുവിൻ്റെ പ്രവർത്തികളിലെല്ലാം അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ തൗഹീദിൽ ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നമ്മുടെ നസീഹത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അല്ലാഹു അല്ലാത്ത നിയന്ത്രിക്കാൻ മറ്റാരെങ്കിലും ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അവർ അല്ലാഹുവിനോടുള്ള നസീഹത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു.
ഷിർക്ക് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാത്ത, ഷിർക്കിൽ അകപ്പെട്ടു പോയ മുശ്രിക്കായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിരീശ്വരവാദികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ അവർ അള്ളാഹുവിനോട് നസീഹത്ത് കാണിച്ചില്ല. കാരണം അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയിൽ അവർ വീഴ്ച വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരാൾ നിയന്ത്രിക്കും. അങ്ങനെ നിയന്ത്രിക്കാനുണ്ട്, ജീവിപ്പിക്കാനുണ്ട്, മരിപ്പിക്കാനുണ്ട്, സൃഷ്ടിക്കാനുണ്ട്, നമ്മുടെ കാര്യങ്ങൾ മാറ്റിമറിക്കാനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുണ്ട് എന്നൊക്കെ ഒരാൾ സൃഷ്ടികളിൽ ആരെങ്കിലും കുറിച്ച് വിശ്വസിച്ചാൽ അവൻ്റെ അള്ളാഹുവിനോടുള്ള നസീഹത്ത് തകർന്നിരിക്കുന്നു. അവൻ ഷിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ഈമാൻ തകർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് എത്രയോ ആളുകൾ ഇന്നും മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലയെ കുറിച്ച് പാടിപ്പറയുന്ന പാട്ടുകളിൽ അദ്ദേഹമാണ് ആകാശഭൂമികളുടെ അച്ചുതണ്ട് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് വിശ്വസിക്കുന്നു. അദ്ദേഹമാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹമാണ് ആകാശഭൂമിയിലുള്ള ആളുകൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞു 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 വന്ന് അവസാനം 10-30 കൊല്ലങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയ, ഭ്രാന്തായിരുന്ന, സ്വന്തം രോഗം പോലും ശിഫയാക്കാൻ കഴിവുണ്ടായിരുന്നില്ല, നോമ്പെടുത്തിരുന്നില്ല, നിസ്കരിച്ചിരുന്നില്ല, സ്വബോധമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയപ്പെട്ടിരുന്ന CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട്. എത്ര കഠോരമായ വാദമാണത്! അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നസീഹത്ത് തീർത്തും ഇല്ലാത്ത ഒരു പിഴച്ച വിശ്വാസമാണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനോടുള്ള തൗഹീദിന്റെ, ഈമാനിന്റെ ഭാഗമാണ് അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ അവൻ ഏകനാക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളുടെ ഈമാൻ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വാസം, അവരോട് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, അള്ളാഹുവാണെന്ന് പറയും. സൃഷ്ടിപ്പും നിയന്ത്രണവും ഉടമസ്ഥതയുമൊക്കെ അള്ളാഹുവിൻ്റെ അധീനതയിലുള്ളതാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. അതിൻ്റെ കടക്കൽ കത്തിവെച്ചവരാണ് പിൽക്കാലത്ത് വന്ന ആളുകൾ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏകത്വം എന്നാൽ അതിലൊന്നാമത്തേത്, അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിൽ ഒന്നാമത്തേത് അവൻ്റെ റുബൂബിയത്തിൽ അവൻ ഏകനാക്കുക എന്നുള്ളതാണ്. അവൻ്റെ പ്രവൃത്തികളിൽ സൃഷ്ടിപ്പും നിയന്ത്രണവും അധികാരവും പോലെയുള്ള അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം. എന്താണ് ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ? ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യനാണ് എന്നാണ് അർത്ഥം. ഇലാഹ് എന്നാൽ ആരാധ്യൻ എന്നാണ് അർത്ഥം. ആ ആരാധനക്കർഹത അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം. അതിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അതാണ് രണ്ടാമത്തെ തൗഹീദിന്റെ ഇനം. അഥവാ ആരാധനകൾ മുഴുവനും റബ്ബിന് മാത്രമായിരിക്കണം. പ്രാർത്ഥനകളും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും തുടങ്ങിയ ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. ഇബാദത്തുകൾ പൊതുവെ 3 രൂപത്തിലായിരിക്കും. നാവുകൊണ്ട് ചൊല്ലിപ്പറയുന്ന ദിക്ർ ദുആകളുണ്ട് ഇബാദത്തിന്റെ ഇനങ്ങളിൽ. ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ഇബാദത്തിന്റെ ഇനങ്ങളുണ്ട്. തവക്കുൽ, പ്രതീക്ഷ, ഭയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാണ് ഉണ്ടാവുക. അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. അതാണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ദീന് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇങ്ങനെ ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട ഏതൊരു കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രമായിരിക്കണം. അള്ളാഹുവിനോടുള്ള നസീഹത്തിന്റെ ഭാഗമാണ്. അത് തൗഹീദിന്റെ രണ്ടാമത്തെ ഇനമാണ്. മൂന്നാമത്തെ ഇനം എന്നത് അള്ളാഹുവിന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. അൽ അസ്മാഉൽ ഹുസ്ന,
ആ നാമങ്ങളിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ അത്യുന്നതമായ വിശേഷണങ്ങളുണ്ട്. അതിലെല്ലാം അള്ളാഹുവിനെ ഏകനാക്കണം. അള്ളാഹ് എന്ന നാമം അത് അള്ളാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അൽ ഇലാഹ് എന്ന സിഫത്താണ് അതിലുള്ളത്. അള്ളാഹുവിൻ്റെ മറ്റെല്ലാ നാമങ്ങളും ഈ അള്ളാഹു എന്ന നാമത്തിലേക്ക് മടങ്ങുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആനിൻ്റെ ആയത്തുകളുടെ വെളിച്ചത്തിൽ. അർ റഹ്മാൻ, അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഒരു സൃഷ്ടിക്കും ആ വിശേഷണം വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. അസ്സമീഅ്, എല്ലാം കേൾക്കുന്നവൻ അള്ളാഹുവാണ്. അൽ ബസീർ, എല്ലാം കാണുന്നവൻ അള്ളാഹുവാണ്. അൽ അലീം, എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. ഈ പറഞ്ഞ വിശേഷണങ്ങളൊന്നും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. പിന്നെ എവിടെ നിന്ന് വിളിച്ചാലും വായു പൂട്ടുന്നതിന് മുന്നേ മൊഹീദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകും എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്നു, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു, അവൻ അള്ളാഹുവിനോടുള്ള നസീഹത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിനോട് അവന് നസീഹത്തില്ല എന്നതിൻ്റെ തെളിവാണത്. ഇതാണ് സഹോദരങ്ങളെ തൗഹീദിൻ്റെ 3 ഇനങ്ങൾ. ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കണം. വേറൊരു പടപ്പിനും ഒരു പടപ്പുകൾക്കും അത് വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. നസീഹത്ത് തകർന്നു പോകും, ശിർക്കിൽ അകപ്പെട്ടു പോകും, ഇഹലോകവും പരലോകവും നശിച്ചു പോകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ദീനിലെ ഒരു നിയമവുമായി ഒരു നിയമത്തിലേക്ക് നമ്മെ ക്ഷണിച്ചാൽ, അള്ളാഹു നമ്മോടൊരു കൽപ്പന കൽപ്പിച്ചാൽ നാം അതിന് ഉത്തരം നൽകുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നിയമം അവൻ്റെ അടിമകളായ നമുക്ക് നിർബന്ധമാക്കി, അല്ലെങ്കിൽ നമ്മോട് കൽപ്പിച്ചു. അതിലൊന്നാമത്തേതാണ് തൊട്ടു മുന്നേ പറഞ്ഞ തൗഹീദ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതിനുത്തരം നൽകണം, നിർബന്ധ ബാധ്യതയാണ്. വഅഖീമുസ്സലാഹ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, അള്ളാഹുവിൻ്റെ വിളിയാണ്, അതിനുത്തരം നൽകണം. വആതു സക്കാ, സക്കാത്ത് കൊടുത്തുവിടണം, അള്ളാഹുവിൻ്റെ വിളിയാണത്, നിയമമാണ്, അതിന് ഉത്തരം നൽകണം. ഇങ്ങനെ ഏത് അള്ളാഹുവിൻ്റെ ദീനിലെ നിയമമുണ്ടോ അതിനുത്തരം നൽകുക എന്നത് അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയിൽപ്പെട്ടതാണ്. അതിൽ സഹോദരങ്ങളെ ഞാനും നിങ്ങളും വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിനോടുള്ള നസീഹത്ത് തകർന്നിരിക്കുന്നു. അങ്ങനെ തകർന്നാലോ നമ്മുടെ ദീനാണ് അതിലൂടെ തകരുന്നത്. അള്ളാഹുവിലുള്ള ഈമാൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകൽ തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ ദീന് നഷ്ടപ്പെട്ടു. അതുപോലെ സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അവനോട് നന്ദി കാണിക്കുക എന്നുള്ളത്. ഏതൊരു അനുഗ്രഹമുണ്ടോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഏതൊരു അനുഗ്രഹം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ നിങ്ങൾക്കതിന് സാധ്യമല്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മൾ ചോദിച്ചതും ചോദിക്കാത്തതും നൽകിയിരിക്കുന്നു. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ, നിങ്ങൾ എന്തൊന്ന് എന്നോട് ചോദിച്ചുവോ അത് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എന്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത്? അതെണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞത്. ആയത്തുകളുടെ തഫ്സീറുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, മുൻഗാമികളിൽ ചിലർ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിച്ചതും ചോദിക്കാത്തതും നൽകിയിട്ടുണ്ട്. ചോദിച്ചത് മാത്രമാണോ തന്നത്? ഒരിക്കലുമല്ല. എത്ര കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ മറന്നുപോയിട്ടുണ്ട്, പക്ഷെ അള്ളാഹു അത് നമുക്ക് നൽകിയിരിക്കുന്നു. ചോദിച്ചത് മാത്രമല്ല, ചോദിക്കാത്തത് ഏറെ
അതുകൊണ്ടാണ് അള്ളാഹു അത് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത്. ചോദിച്ചത് ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഇന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാത്തത് അനേകം അള്ളാഹു നൽകിയിരിക്കുന്നു. അത് എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാൽ സാധ്യമല്ല. അങ്ങനെ അള്ളാഹു നൽകിയ ഏതൊരു അനുഗ്രഹങ്ങളുണ്ടോ അതിന് നന്ദി കാണിക്കുക എന്നത് സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. അനുഗ്രഹങ്ങൾ വന്നു കിട്ടിയാൽ നന്ദി കാണിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക? 3 രൂപത്തിലാണ്. ഒന്നാമത്തെ, നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച് നാം വിശ്വസിക്കണം, ഏതൊരു അനുഗ്രഹമുണ്ടോ അള്ളാഹു എനിക്ക് നൽകിയതാണ്. ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടിയതല്ല, എൻ്റെ കുടുംബ മഹിമ കൊണ്ട് എനിക്ക് കിട്ടിയതല്ല, എൻ്റെ എന്തെങ്കിലും കണ്ടിട്ട് കിട്ടിയതല്ല. അങ്ങനെ അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണെങ്കിൽ ആർക്കൊക്കെ കൊടുക്കണം? ഖുറൈശികളിലെ വലിയ വലിയ കേമന്മാരുണ്ടായിരുന്നു, അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകിയിട്ടില്ല. എന്നാൽ അടിമയായ ബിലാലിനെ അള്ളാഹു ഉയർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനാണ് അദ്ദേഹം. നോക്കണം നിങ്ങൾ, അള്ളാഹു ഒരാൾക്ക് അനുഗ്രഹം ചെയ്യുക എന്നത് അത് അള്ളാഹുവിൻ്റെ മഹ്ലായ ഫضലാണ്, അവൻ്റെ ഔദാര്യമാണത്, അതല്ലാത്ത മറ്റൊന്നുമല്ല. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമുക്ക് ഏത് അനുഗ്രഹം വന്ന് കിട്ടിയിട്ടുണ്ടോ അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന വാക്ക് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത് കലിമതു കുല്ലി ഷാകിരിൻ, നന്ദിയുള്ള ഓരോ അടിമയുടെയും വാക്കാണ് അൽഹംദുലില്ലാ. നിങ്ങൾ നോക്കൂ, എത്ര എത്ര സന്ദർഭങ്ങളിൽ അൽഹംദുലില്ലാ എന്ന ദിക്ർ ചൊല്ലാൻ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചൊല്ലുന്നവർ അപൂർവമാണ് എന്നതാണ് ഖേദകരമായ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ ഹംദ് പറയുക എന്നത് കിട്ടിയ അനുഗ്രഹത്തേക്കാൾ വലിയ കാര്യമാണ്. അനുഗ്രഹങ്ങൾ വന്ന് കിട്ടുക എന്നുള്ളതല്ല, അതിന് നന്ദി പറയാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അനുഗ്രഹം അത് കിട്ടിയാൽ അതിന് നന്ദി കാണിക്കേണ്ട ഒന്നാമത്തെ രൂപത. രണ്ടാമത്തെ രൂപം എന്നാൽ നാവ് കൊണ്ട് പറയണം, അതിൽപ്പെട്ടതാണിത് ഹംദ് പറയുക എന്നുള്ളത്. അതേപോലെ തന്നെ അത് എടുത്തു പറയുക എന്നത് ഫഖ്റിന് വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടി പറയുക എന്നുള്ളതല്ല, മറിച്ച് അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ കിട്ടി, അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് ആ നിഅമത്ത് പറയുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കലാണ്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബ് നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നീ പറയുക. ഇല്ല അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടിയെന്ന് പൊങ്ങച്ചം പറയാനാണോ? അല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്നത് അറിയിക്കാൻ വേണ്ടി പറയലാണ്. ആണ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറയാം, എനിക്ക് അത് കിട്ടി, ഞാൻ ഇങ്ങനെ അങ്ങനല്ല. അൽഹംദുലില്ലാ, എനിക്ക് അള്ളാഹു നൽകി, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ എനിക്ക് കിട്ടി, അൽഹംദുലില്ലാ എന്ന് പറയലാണത്. അതാണ് അതിൻ്റെ ഉദ്ദേശം. അതേപോലെ ഇങ്ങനെ എണ്ണിട്ട് എനിക്കിതിൻ്റെ ഇങ്ങനെ കുറേ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇല്ലാത്തവരോട് പ്രയാസം ഉണ്ടാവും. അങ്ങനല്ല, കുറച്ച് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക എന്നത് വലിയ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ട മൂന്നാമത്തെ രൂപം സഹോദരങ്ങളെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കലാണ്. ഇതെല്ലാം റബ്ബിൻ്റെ അനുഗ്രഹമാണ്. ഏത് കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മുടെ ശരീരത്തിലുണ്ടോ, നമ്മുടെ കുടുംബത്തിലുണ്ടോ, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ്. അത് അള്ളാഹുവിന് തൃപ്തികരമായ രൂപത്തിൽ വിനിയോഗിക്കുക. ആരോഗ്യമുണ്ടോ, അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ വിനിയോഗിക്കുക. നല്ല ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, വലിയ നിഅമത്താണത്. നല്ല പ്രായത്തിൽ എല്ലാറ്റിനും കഴിയുന്ന പ്രായം, പ്രത്യേകിച്ച് യൗവനം, എന്തിനു സാധിക്കും, എങ്ങനെ പിഴക്കാനും നശിക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് യൗവനം. ആ യുവത്വത്തിൽ
നല്ല ചോരത്തിളപ്പുള്ള കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നിഅമത്ത്. അപ്പോൾ ആ യൗവനം റബ്ബിന് വേണ്ടി വിനിയോഗിക്കണം, അള്ളാഹുവിന് വേണ്ടി വിനിയോഗിക്കണം, റബ്ബിൻ്റെ തൃപ്തികരമായ മാർഗത്തിലൂടെ മാത്രം വിനിയോഗിക്കാൻ സാധിക്കണം. അത് നന്ദി കാണിക്കലാണ്. അല്ലാതെ നല്ല ആരോഗ്യമുണ്ട് എന്നിട്ട് അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മുടെ ആരോഗ്യം വിനിയോഗിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം, അവൻ്റെ ശിക്ഷ വന്നിറങ്ങാൻ അത് കാരണമായി തീരും. നന്ദിയില്ലാത്തൊരവസ്ഥയാണത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. സഹോദരങ്ങൾ, ഏതനുഗ്രഹവും അത് വന്നു കിട്ടിയാൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തികരമായ രൂപത്തിൽ വിനിയോഗിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇത് അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണിത്. അതേപോലെ തന്നെ അതിൻ്റെ മറുവശം അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അള്ളാഹു പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തും ഇഹലോകത്ത്. നന്മ കൊണ്ടും ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. കുറേ കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ആളുകളെ അള്ളാഹു പരീക്ഷിക്കും. എന്നാൽ ഉപജീവനം പിടിച്ചു വെച്ചുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അള്ളാഹു പറഞ്ഞില്ലേ, കുറച്ചൊക്കെ ഭയം കൊണ്ട്, പട്ടിണി കൊണ്ട്, വിഭവങ്ങളുടെ സമ്പത്തിൻ്റെ കുറവ് കൊണ്ട്, ഉറ്റവരുടെ വേർപാട് കൊണ്ട്, മരണം കൊണ്ട്, കൃഷിയുടെ കുറവ് കൊണ്ട്, ഇങ്ങനെ പല രൂപത്തിലും അള്ളാഹു പരീക്ഷിക്കും. അപ്പോൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. ദുനിയാവിൽ പരീക്ഷണം ഉണ്ടാകും. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ജീവിതവും മരണവും നിശ്ചയിച്ചത്. ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങളിൽ സബുറ് കാണിക്കുക എന്നത്, ക്ഷമ കാണിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ ഖലാ ഖദറിന് കീഴൊതുങ്ങുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഒരു മുസീബത്ത് സംഭവിച്ചാൽ വമൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബഹു, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അഥവാ അള്ളാഹുവിൻ്റെ ഖലാ ഖദറിൽ വിശ്വസിക്കുന്നത്, യഹ്ദി ഖൽബഹു, അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു ഹിദായത്ത് നൽകും. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? മുഫസ്സിറുകൾ പറഞ്ഞു, ആരാണ് അള്ളാഹു ഈ പറഞ്ഞ ആൾ? ഹുവ റജുൽ, ഒരു മനുഷ്യനാണ്. തുസീബുഹുൽ മുസീബ, അവനൊരു മുസീബത്ത് ബാധിച്ചു, ഒരു പ്രയാസം അയാളെ പിടികൂടുകയുണ്ടായി. എന്നാൽ ആ പ്രയാസം, ഉപദ്രവം, ആ മുസീബത്ത് അയാളെ വന്ന് പിടികൂടിയപ്പോൾ ആ മുസീബത്തിൽ അയാൾ പരിഭ്രാന്തിയല്ല കാണിച്ചത്, മറിച്ച് ഫയഅലം, അയാൾ മനസ്സിലാക്കി ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്നിട്ട് ഫയർലാ വയുസല്ലിം, തൃപ്തി കാണിച്ചു, അതിന് കീഴൊതുങ്ങി. അള്ളാഹു ഹിദായത്ത് നൽകും, അഥവാ അള്ളാഹു അയാൾക്ക് സ്ഥൈര്യം നൽകും. അള്ളാഹു അയാൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് പകരം നൽകും. നിഹലോകത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മുസീബത്തുകൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഖലാ ഖദറിൽ ക്ഷമിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, എന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്, അള്ളാഹുവിലേക്ക് ഒരാളെ ക്ഷണിക്കുക, റബ്ബിൻ്റെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഒരാളെ വഴി നടത്തുക എന്നുള്ളത്, അതിലേക്ക് ഒരാളെ ക്ഷണിക്കുക. ശിർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അയാളെ തൗഹീദിലേക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുക എന്നത് അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്.
അതുപോലെ മഅസിയത്തിൽ പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച് നടക്കുന്ന ഒരുവനെ കണ്ടാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവനെ റബ്ബിലേക്ക് വഴി നടത്തുക എന്നത് അള്ളാഹുവിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. ഇതാണ് സഹോദരങ്ങളെ വിശാലമായ വിഷയമാണിത്. ലില്ലാഹ്, അള്ളാഹുവിനോട് എന്ന് പറഞ്ഞ ആ ഭാഗം മാത്രം ചിലപ്പോൾ 2 ദിവസം വേണ്ടി വരും. ലില്ലാഹി, ഒന്നാമതായി അള്ളാഹുവിനോടാണ് നമുക്ക് നസീഹത്ത് ഉണ്ടായിരിക്കേണ്ടത്, ഗുണകാംക്ഷ ഉണ്ടായിരിക്കേണ്ടത്, നാം കൂറുപാലിക്കേണ്ടത്, നമ്മുടെ ഇടപാട് നന്നാക്കേണ്ടത്. അത് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാമാണ്. ഇതിലെല്ലാം സഹോദരങ്ങളെ അള്ളാഹുവിനോട് നസീഹത്തുള്ളവരാണോ നമ്മൾ പരിശോധിക്കണം. ഞാൻ എൻ്റെ കാര്യം പരിശോധിക്കണം. നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ജീവിതം പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ കിതാബിനോട്, വിശുദ്ധ ഖുർആനിനോട് നസീഹത്ത് ഉണ്ടായിരിക്കണം. എന്താണ് അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള നസീഹത്ത്? എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കിതാബിനോട് നമ്മൾ നസീഹത്ത് കാണിക്കുക? അതിലൊന്നാമത്തത് വിശുദ്ധ ഖുർആൻ, അതിലായത്തുകൾ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹുവിൻ്റെ സംസാരമാണത്. അള്ളാഹു സംസാരിക്കും. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഉദ്ദേശിക്കുന്നവരോട്, ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ്റെ എല്ലാ മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു സംസാരിക്കും. അള്ളാഹുവിൻ്റെ അനേകം വിശേഷണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സംസാരം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അത് ഖൈറുൽ കലാം, സംസാരങ്ങളിൽ, വാക്കുകളിൽ ഏറ്റവും ഉത്തമമായതാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഒരുപാട് സംസാരങ്ങളുണ്ട്, സൃഷ്ടികളുടെ അനേകം സംസാരങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം ഏറ്റവും ഉത്തമമായ സംസാരം കലാമുല്ലാഹ്. എല്ലാ വെള്ളിയാഴ്ചകളിലും മിമ്പറിൽ വെച്ച് കേൾക്കാറുള്ള വാക്കാണിത്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ ഉത്തമമായ സംസാരം അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ഇത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ നസീഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനോടുള്ള, കിതാബിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിനെ നാം സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. ഖുർആനിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ് എന്ന് പറയലാണോ, വാക്കിലൊതുക്കലാണോ? അല്ല, മറിച്ച് ധാരാളമായി അത് പാരായണം ചെയ്യലാണ് അതിനോടുള്ള മഹബത്ത്. വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക എന്നത് ഖുർആനിനോടുള്ള സ്നേഹമാണ് അറിയിക്കുന്നത്. അതിലെ ആയത്തുകളിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ പാലിക്കുക എന്നത് വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കലാണ്. അള്ളാഹു വിലക്കിയ വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് വിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കലാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിനോടുള്ള മഹബത്ത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് വിശുദ്ധ ഖുർആനിനോടുള്ള, കിതാബിനോടുള്ള നസീഹത്തിൻ്റെ ഭാഗമാണ്. സാധാരണ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഖുർആൻ എടുക്കുമ്പോഴാണ് നമുക്ക് തലവേദനയോ ഉറക്കമൊക്കെ വരിക. വിശുദ്ധ ഖുർആനിലെ 1, 2, 3 പേജുകൾ പാരായണം ചെയ്യുമ്പോൾ നമുക്കില്ലാത്ത എല്ലാ തലവേദനയും വരും, എല്ലാ പ്രയാസം ഉണ്ടാവും. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഉപകരണം അത് മണിക്കൂറുകൾ അതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് യാതൊരു തടസ്സവുമില്ല. സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അള്ളാഹുവിൻ്റെ കിതാബിനോട് നസീഹത്തുള്ളവരാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒരു ദിവസം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ദിവസമായി ഉണ്ടാവരുത്. റമദാൻ മാസത്തിൽ മാത്രമല്ല ഖുർആനോത്ത്, വർഷം മുഴുവനുണ്ട്. എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് അത് നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരങ്ങനെയായിരുന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാം, അദ്ദേഹം ഒരൊറ്റ റക്അത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി തീർക്കാറുണ്ടായിരുന്നു. ഒരൊറ്റ റക്അത്തിൽ. തറാവിക്ക് ഇമാമ 5 പേജ് ഓതിയാൽ നിസ്കാരം സലാം കൂട്ടിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതാണ് അവരുടെ മഹബത്ത്.
സഹാബികൾ ഖുർആനിനോട് കാണിച്ച നസീഹത്ത് അതാണ്. അത്രയൊന്നും സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലെങ്കിലും നമ്മൾ അവരെ പോലെ ആവാനെങ്കിലും പരിശ്രമിക്കണ്ടേ? അവരുടെ അഖീദ പിൻപറ്റുന്ന, അവരുടെ മാർഗത്തിലാണ് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള നസീഹത്തിൽ എവിടെ നിൽക്കുന്നു നമ്മൾ പരിശോധിക്കണം. ഖുർആനിനോടുള്ള മഹബത്തിൽപ്പെട്ടതാണ് ധാരാളമായി പാരായണം ചെയ്യുക എന്നുള്ളത്. ഖുർആനിനോടുള്ള അതിനോടുള്ള നസീഹത്താണത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടപാട് നന്നാക്കലാണത്. എത്ര ഖുർആൻ അതിൻ്റെ കോപ്പികൾ നമ്മുടെ ഷെൽഫുകളിൽ ഇങ്ങനെ കിടക്കും, നല്ല ഭംഗിയിൽ. വൃത്തിയാക്കുമ്പോൾ നല്ല തുടച്ച് വൃത്തിയാക്കി പിന്നെ അവിടെ തന്നെ ഇതിങ്ങനെ മാറ്റി മാറ്റി വെക്കുക എന്നതല്ലാതെ അത് ആദ്യം മുതൽ അവസാനം വരെ സഹോദരങ്ങളെ അത് എല്ലാ ദിവസവും പാരായണം ചെയ്ത് പൂർത്തീകരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് സ്ഥിരമായി ഇല്ലെങ്കിൽ നമ്മൾ ആരംഭിക്കണം. ഇതിനില്ല സ്ഥിരമായി അങ്ങനെ ശീലമുള്ളവരായിരിക്കണം. ഒരു ദിവസം ഖുർആൻ പാരായണം ചെയ്യാതെ എൻ്റെ ദിവസം ഞാൻ ആരംഭിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിന് ഏറ്റവും നല്ല വഴി എന്താ? നേരം പുലർന്നാൽ ഈ സാധനം എടുക്കാതിരിക്കുക. അലാറം അടിച്ച് അവിടെ ഓഫാക്കി വെക്കുക, പിന്നെ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതെടുത്താൽ പിന്നെ അതെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. പ്രഭാതത്തിൽ നല്ല സമയമാണ്. ഫജ്റിന് മുന്നോ അതിന് ശേഷമോ, ഫജ്റിന്റെ മുമ്പോ അതിൻ്റെ ശേഷമോ ബറക്കത്തിറങ്ങുന്ന സമയമാണത്. പ്രഭാതത്തിൽ അള്ളാഹു ഈ ഉമ്മത്തിന് ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് സഹോദരങ്ങളെ ഖുർആൻ പാരായണം ചെയ്ത് ഒരു ദിവസം ആരംഭിക്കുക എന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സമയത്തിൽ ബറക്കത്തുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളുമൊക്കെ നീങ്ങിപ്പോകും. അള്ളാഹുവിൻ്റെ കലാം അത് ഉച്ചാലോചിച്ച് ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിലെ ആയത്തുകൾക്ക് ബറക്കത്തുണ്ട്. അനുഗ്രഹീതമായ, നേരത്തെ പറഞ്ഞില്ല, അള്ളാഹുവിൻ്റെ കലാമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, കിതാബുൻ, നബിയെ ദാ ഈ കിതാബ് വിശുദ്ധ ഖുർആൻ, അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ആ കിതാബ് അത് അനുഗ്രഹീതമായി കൊണ്ടാണ് നാം താങ്കൾക്ക് ഇറക്കി തന്നിട്ടുള്ളത്. എന്തിനാണ് ഇറക്കി തന്നത്? ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാൻ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ അതിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്. ബറക്കത്തുണ്ടാകും. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം വന്നു ലഭിക്കാൻ അത് കാരണമാണ്. അതേപോലെ തന്നെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, വാർദ്ധക്യത്തിലെത്തിയാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത്തും വിത്തും ആയിപ്പോവുകയില്ല എന്ന് കാണാം. മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വയസ്സായാലും ധാരാളമായി ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ബുദ്ധിക്ക് തകരാറ് സംഭവിക്കുകയില്ല എന്നാണ്. അത്തും വിത്തും ആയിപ്പോവില്ല. തിരിയാൻ പറ്റാത്തൊന്നും, പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു കോലം ഉണ്ടാവുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, വലിയ വലിയ ഉലമാക്കൾ, 90ഉം 95ഉം വയസ്സായ മഹാന്മാരായ ഉലമാക്കൾ, മുഹദ്ദിസുകൾ അവരിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഖുർആനിൽ നിന്ന് ആയത്ത് എടുത്തു പറഞ്ഞിട്ടാണ് ഫത്വകൾ പറയുക. അവർക്ക് തപ്പിപ്പോവുകയില്ല. കാരണം അവർ ഖുർആനിലൂടെ വളർന്നു വന്നവരാണ്. ഇത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണത്. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തുകൾ, സൂറത്തുകൾ മനഃപ്പാഠമാക്കുക എന്നത് ഖുർആനിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. പഠിക്കണം. ചെറിയ ചെറിയ സൂറത്തുകൾ വെച്ച് നമ്മൾ മനഃപ്പാഠമാക്കി തുടങ്ങണം. നിസ്കാരത്തിൽ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് മനഃപ്പാഠമാക്കുക എന്നുള്ളത് ഖുർആനിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. ചെറിയ ചെറിയ സൂറത്തുകൾ പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുക, മനഃപ്പാഠമാക്കുക. അവസാനത്തെ ഒരു 30ാമത്തെ ജുസ് എങ്കിലും പഠിച്ചിരിക്കണം, ഏറ്റവും ചുരുങ്ങിയത്.
നിസ്കാരത്തിൽ നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കുന്ന സൂറത്തുകളാണവ. ചെറിയ ചെറിയ സൂറത്തുകൾ അത് മനഃപ്പാഠമാക്കി അങ്ങനെ ഖുർആനിൽ നിന്ന് സൂറത്തുകളും ആയത്തുകളും ഹിഫ്ളാക്കുക എന്നത് അതിനോടുള്ള നസീഹത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ സഹോദരങ്ങളെ, ഖുർആനിനോടുള്ള അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ് അതിലെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക. മറ്റുള്ള എല്ലാ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളും അതുപോലെയുള്ള അടിസ്ഥാനങ്ങളും അതിനേക്കാളെല്ലാം ഒരു സത്യവിശ്വാസിക്ക് അവലംബമായിട്ടുള്ളത് ഖുർആനിലെ നിയമങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ഏത് വിഷയങ്ങൾ വന്നാലും അതിന് പോംവഴിയായി ഖുർആനിലേക്ക് മടങ്ങുക എന്നത്, കിതാബിലേക്ക് മടക്കുക എന്നുള്ളത് ഖുർആനിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരു കൽപ്പന വന്നാൽ ആ കൽപ്പന ശിരസാ വഹിക്കുക എന്നുള്ളത് ഖുർആനിനോടുള്ള നസീഹത്താണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാം, ഖുർആനിൽ ഒരു കൽപ്പന കണ്ടാൽ അദ്ദേഹം അവിടെ നിൽക്കും. അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പ്രാവർത്തികമാക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഖാല അല്ലാഹ്, അള്ളാഹു പറഞ്ഞു എന്ന് നമ്മൾ കേട്ടാൽ പിന്നെ നമുക്കിങ്ങനെ ആശയക്കുഴപ്പമുണ്ട്. അത് പറ്റുമോ? അതിപ്പോൾ ഈ സാഹചര്യത്തിൽ പറ്റുമോ? അത് അങ്ങനെ ആവുമോ? അതിലെന്തെങ്കിലും ഇളവുണ്ടാവുമോ? അതിങ്ങനെ ആവുമോ? അതെങ്ങനെ പറയാൻ പറ്റുമോ? ഒന്നും ഒരു ചിന്തിക്കാൻ പാടില്ല. അവിടെ നിൽക്കണം. ശുദ്ധ ഖുർആനിൻ്റെ അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ഒരു കൽപ്പന വന്നാൽ, ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന വന്നു കിട്ടിയാൽ അത് ശിരസാ വഹിക്കുക എന്നതാണ്. അള്ളാഹു ഒരു കാര്യം വിലക്കിയാൽ അവിടെ നിൽക്കണം, അവിടെ നിർത്തണം. അത് അള്ളാഹു ഷിർക്ക് അത് വിലക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തണം. പലിശ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം. പിന്നെ അതിൻ്റെ വേറെ ഏതെങ്കിലും വഴി അന്വേഷിച്ചിട്ട് പുറമേക്ക് പലിശ അല്ലാതെ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും വഴി സംഘടിപ്പിക്കുക ഇല്ല, പാടില്ല. ഇതെല്ലാം സഹോദരങ്ങളെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബിനോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നസീഹത്തുണ്ടായിരിക്കണം. എന്താണ് അവിടുത്തോടുള്ള ഗുണകാംക്ഷ? എന്താണ് അവിടുത്തോടുള്ള ഇടപാടുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്? ഒന്നാമത്തേത് അവിടുന്ന് റസൂലാണെന്ന് നമ്മൾ വിശ്വസിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദം സന്തതികളുടെ നേതാവാണ് എന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്, നമ്മൾ വിശ്വസിക്കണം. അത് അവിടുത്തോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവിടുന്ന് കൽപ്പിച്ചാൽ അത് അനുസരിക്കുക എന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിൽ ഒരു കാര്യം വന്നു എന്ന് പറഞ്ഞാൽ അനുസരിക്കണം. അത് അവിടുത്തോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതാണ് എന്ന് കിട്ടിയാൽ അത് അനുസരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അത് സുന്നത്തല്ലേ, സഹാബത്ത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അത് എടുക്കലാണ്. നമ്മൾ സുന്നത്തല്ലേ എന്ന് പറയുന്നത് എന്തിനാ? അത് ഒഴിവാക്കാനാണ്. അത് സുന്നത്തല്ലേ, അത് സുന്നത്തല്ലേ ഉള്ളൂ. സഹോദരങ്ങളെ, സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് എടുക്കാനുള്ളതാണ്, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് പരമാവധി. പ്രത്യേകിച്ച് നിർബന്ധമായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്താൽ കൂലിയുള്ളതും ചെയ്യാതിരുന്നാൽ ശിക്ഷയില്ലാത്തതുമല്ല. പണ്ടേ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അൽ അഹ്കാമുൽ ഖംസ, 5 മതവിധികളുണ്ട്. ഏതൊക്കെയാണ് 5 മതവിധികൾ? വാജിബ്, മുസ്തഹബ്, പിന്നെ ഹറാമ്, കറാഹത്ത്, ജായിസ്. ഇതാണ് അൽ അഹ്കാമുൽ ഖംസ. ഇത് നമ്മൾ പണ്ടേ ഇതിന് നിർവചനം പഠിച്ചിട്ടുണ്ട് അല്ലേ. നിർബന്ധം, അൽ വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ കുറ്റമുള്ളതുമാണ്.
അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു മുസ്തഹബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ, ശേഷം നമ്മൾ പഠിച്ചു സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും. അതെല്ലാം അങ്ങനെയാണോ? അല്ല. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് താടി നീട്ടി വളർത്തുക എന്നുള്ളത്. അപ്പോൾ അതൊരാൾ പഠിച്ചാൽ അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. കാരണം അവിടുത്തെ കൽപ്പനയാണത്. അവിടുന്ന് വടിച്ചു കാണിച്ചു തന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, അവിടുന്ന് വടിച്ചത് കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനുള്ള സുന്നത്തല്ല, അത് നിർബന്ധമാണ്. ആ കൽപ്പനയുടെ ഒന്നാമത്തെ അവസ്ഥ അത് നിർബന്ധമാണ് എന്നാണ്. മറ്റൊരു ഉദാഹരണം, നരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അപ്പൊ അതിന്റെ താഴേക്ക് ഒരാൾ ഇറക്കി വസ്ത്രം ധരിച്ചാൽ അപ്പൊ സുന്നത്തല്ലേ ഉള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന സുന്നത്തല്ല. എന്തുകൊണ്ടല്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. രണ്ട് നരിയാണി വിട്ട് താഴേക്കിറങ്ങിയ വസ്ത്രം അത് നരകത്തിലാണ്. അപ്പോൾ നരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഒരാൾ നിസ്കാരത്തിന് മുമ്പോ ശേഷമോ ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചില്ല, സ്ഥിരമായി ഉപേക്ഷിച്ചതല്ല, അവർക്ക് നിസ്കരിച്ചില്ല, കുറ്റം കിട്ടോ? ഇല്ല. അത് നമ്മൾ പണ്ട് പഠിച്ച സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാൽ സഹോദരങ്ങളെ, അത് നിർബന്ധമായ കാര്യങ്ങളാണെങ്കിൽ അത് പാലിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സുന്നത്തല്ലേ എന്ന് പറഞ്ഞൊരിക്കലും നമ്മൾ ഒഴിവാക്കരുത്, ഏത് കാര്യമായാലും. അതേപോലെ തന്നെയാണ് അവിടുന്ന് വിലക്കിയത്, വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞാൽ അത് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിയുടെ വിരലിൽ നിന്ന് സ്വർണത്തിന്റെ മോതിരം ഊരി വലിച്ചെറിയുകയുണ്ടായി. സ്വർണത്തിന്റെ മോതിരം പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് അത് ഊരി വലിച്ചെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ മറ്റൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, അതെടുത്തിട്ട് നിനക്ക് വേറെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചൂടെ? ധരിക്കണ്ട, വേറെ ആർക്കെങ്കിലും, പെണ്ണുങ്ങൾക്ക് കൊടുക്കാലോ, ഭാര്യയ്ക്ക് കൊടുക്കാലോ, വേറെന്തെങ്കിലും ചെയ്യാലോ. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിഞ്ഞത് എനിക്ക് വേണ്ട. എടുത്താൽ കുറ്റം കിട്ടോ? കുറ്റമൊന്നും കിട്ടൂല, എടുക്കാവുന്നതാണ്. പക്ഷെ അത് എടുത്തില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിലക്കിയാൽ എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത്. എന്നാൽ നമ്മൾ പലപ്പോഴും അതിന് വേറെന്തെങ്കിലും ഇളവുണ്ടോ എന്ന് പരിശോധിക്കും. പാടില്ലാത്തതാണ്. അവിടുന്ന് വിലക്കി എന്ന് കിട്ടിയോ അവിടെ എടുക്കണം. അതുപോലെ സഹോദരങ്ങളെ, അവിടുന്ന് പറഞ്ഞത് സഹീഹായി വന്നാൽ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിലും സത്യപ്പെടുത്തണം. എത്രയോ ആളുകൾ ഹദീസുകളെ നിഷേധിക്കുന്നതായി കാണാം. അതിൽപ്പെട്ടതാണ് ഈച്ചയുടെ ഹദീസ്. ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ മരുന്നുമുണ്ട് എന്നിപ്പോൾ അടുത്ത് ശാസ്ത്രം കണ്ടുപിടിച്ചപ്പോൾ ചില ആളുകൾക്ക് അപ്പോൾ കുഴപ്പമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ അവന് ദഹിച്ചില്ല. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും തട്ടിക്കളയാറുണ്ട്. പാടില്ലാത്തതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പേര് വരാനുള്ള കാരണം അദ്ദേഹത്തിന്റെ സത്യപ്പെടുത്തലാണ്. ഖുറൈശികൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചങ്ങായി പറയാണ്, ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ഫലസ്തീനിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയിട്ട് അവിടുന്ന് 7 ആകാശങ്ങൾക്ക് മുകളിൽ പോയി തിരിച്ചു വന്നു. ഇവർ വിചാരിച്ചു എന്നാ ഇപ്പൊ അബൂബക്കർ തിരിച്ചു വരും, ഇതോടുകൂടി അബൂബക്കർ ഇസ്ലാം വിട്ടിട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതേ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് സത്യമാണ്. എന്തുകൊണ്ട് സത്യമാണ്? അതിനേക്കാൾ അത്ഭുതകരമായ കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താണത്? പ്രഭാതത്തിലും പ്രദോഷത്തിലും 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഒരു മലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവിടുത്തെ അരികിലേക്ക് വന്ന് അവിടത്തേക്ക് വഹ്യ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമില്ല. അപ്പൊ പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യമല്ല എന്ത്? ഒരു രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി അവിടുന്ന് മുകളിൽ പോയി തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഇതാണ് സിദ്ദീഖ്, ഇതാണ് സിദ്ദീഖ്. ഇതുപോലെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിലും നാട്ടുകാരെതിരായാലും ആരൊക്കെ പറഞ്ഞാലും അത് സത്യപ്പെടുത്തുക, തസ്ദീഖ് എന്നുള്ളത് സഹോദരങ്ങളെ അവിടുത്തോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അവിടുത്തെ അഭിമാനം സംരക്ഷിക്കുക എന്നത് അവിടുത്തോടുള്ള നസീഹത്താണ്. വിവരമില്ലാത്ത ആളുകൾ അവിടുത്തെ ചീത്ത വിളിക്കും, അവിടുത്തെ ആക്ഷേപിക്കും, അവിടുത്തെ ഇകഴ്ത്തും. അതിനെ പ്രതിരോധിക്കുക എന്നത് എങ്ങനെ പ്രതിരോധിക്കണം? പ്രമാണങ്ങൾ കൊണ്ട്, അവിടുത്തെ മഹാസിനുകൾ കൊണ്ട്, അവിടുത്തെ ജീവിതം, പരിശുദ്ധമായ ജീവിതം, അവിടുത്തെ സ്വഭാവം അത് കാണിച്ചുകൊണ്ട്, അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രതിരോധിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അതുപോലെ അവിടുത്തെ സ്നേഹിക്കുക എന്നത് അവിടുത്തോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഇല്ലാത്ത ദഫും മുട്ടും പാട്ടും പാടിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് റബീഉൽ അവ്വൽ 12 ആഘോഷിക്കലാണോ? അല്ല, അത് സ്നേഹമല്ല. മറിച്ച് അവിടുത്തോടുള്ള സ്നേഹം എന്നത് അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തലാണ്. വിശ്വാസം മുതൽ ഇങ്ങോട്ട് എന്തൊക്കെ ഉണ്ടോ അതിലൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ സഹോദരങ്ങളെ, അവിടുന്ന് പഠിപ്പിച്ചതുപോലെ മാത്രമേ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടുള്ളൂ. നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മുടെ അഖീദ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചതുപോലെ ഇരിക്കണം. നമ്മുടെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ഇരിക്കണം. നമ്മുടെ ഏത് ഇബാദത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ഇരിക്കണം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടോ? അതങ്ങനെ ചെയ്താൽ അത് പറ്റൂലാതെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ എന്തിനാണ് അതിനൊക്കെ എതിർക്കാൻ പോകുന്നത്? എന്തിനാണ് മൗലിദിനെ എതിർക്കാൻ പോകുന്നത്? എന്തിനാണ് ഖുതുബിയത്തിനെ എതിർക്കാൻ പോകുന്നത്? എന്തിനാണ് ഈ പറഞ്ഞ സ്വലാത്തുകളെ എതിർക്കുന്നത്, അങ്ങനെയുള്ള മജ്ലിസുകളെ എതിർക്കുന്നത്? അതൊക്കെ നല്ല കാര്യമല്ലേ, അത് പറ്റൂലാന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അത് പറ്റൂല എന്നാണ് അതിൻ്റെ അർത്ഥം, അത് പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ദീനിൽ അവിടുന്ന് ചെയ്യാത്തത് ചെയ്യാൻ പാടില്ല എന്നത് അവിടുന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ അതിനെ മുൻകടക്കാൻ പാടില്ല എന്നാണ്. നമുക്ക് നല്ലതല്ലേ എന്ന് തോന്നിയാൽ അതിൻ്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ലതായി തോന്നിയില്ല എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ലതായി തോന്നാത്തത് നമുക്ക് നല്ലതായി തോന്നുകയോ? എന്തൊരവസ്ഥയാണ്! ഇതെല്ലാം സഹോദരങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ നസീഹത്തിന്റെ ഭാഗമാണ്. നാലാമതായി അവിടുന്ന് പറഞ്ഞു, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ഭരണാധികാരികളോട്, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോട്. അഇമ്മത്ത് എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ എന്നാണ് അതിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം. മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോട് നസീഹത്തുണ്ടായിരിക്കണം. അവർ 2 വിഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അൽ ഉലമ, പണ്ഡിതന്മാരാണ്. രണ്ടാമത്തത് അൽ ഉമറ, ഭരണാധികാരികളാണ്. ഉലമാക്കളും ഉമറാക്കളും, ഭരണാധികാരികളും പണ്ഡിതന്മാരും മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരാണ്. മതപരമായ കാര്യങ്ങളിൽ മുസ്ലിമീങ്ങളെ നയിക്കുന്നത് ഉലമാക്കളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതിൽ മുസ്ലിമീങ്ങളെ നയിക്കുന്നത് ഉമറാക്കളാണ്, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളാണ്. അതുകൊണ്ട് അവരോട് നസീഹത്തുണ്ടായിരിക്കണം. എന്താണ് സഹോദരങ്ങളെ അവരോടുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ? അതിൽപ്പെട്ടതാണ് അവരോട് അവരുടെ സ്ഥാനം അത് അംഗീകരിക്കുക എന്നുള്ളത്. മുസ്ലിമീങ്ങൾക്ക് മേലൊരു ഭരണാധികാരി വന്നാൽ, വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, അബ്സീനിയക്കാരനായ എത്യോപ്യക്കാരനായ കറുത്തിരുണ്ട ഒരാൾ, ചുരുളമുടിയുള്ള ഒരാൾ, കുറുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ വന്നാലും മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയാണോ അദ്ദേഹത്തെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്ത കാലത്തോളം സമഉം ത്വാഅത്തും അദ്ദേഹത്തിനുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അവരുടെ സ്ഥാനം, അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം നൽകുക എന്നുള്ളതാണ്. അത് ഉമറാക്കൾക്കും ഉലമാക്കൾക്കും നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ നന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അവരുടെ ന്യൂനതകൾ അതെടുത്തു പറഞ്ഞ് അവരെ ആക്ഷേപിക്കാതിരിക്കുക, ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്താതിരിക്കുക എന്നുള്ളത് അവരോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഭരണാധികാരികളുടെ വിഷയത്തിൽ സഹോദരങ്ങളെ സുദീർഘമായ വിഷയമാണ്. പലർക്കും കാലിടറിപ്പോയിട്ടുള്ള ഒരു വിഷയമാണത്. മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾക്കെതിരിൽ ശബ്ദിക്കുക എന്നത് ഇന്ന് വ്യാപകമാണ്. എന്തെങ്കിലും രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക്
അവർ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളെ, ഇസ്ലാമിക രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരികളെ വ്യാപകമായി തെറി പറയുക എന്നുള്ളത്, ആക്ഷേപിക്കുക എന്നുള്ളത് പൊതു കാര്യമായി ഇന്ന് നമുക്ക് കാണാം. അത് പാടില്ലാത്തതാണ്. അവർക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അവർക്കെതിരിൽ ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് നോക്കൂ, മുൻഗാമികളിൽപ്പെട്ട മഹാനായ അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉത്തരം നൽകുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ടെങ്കിൽ ല സറഫ്തുഹാ ലിസ്സുൽത്താൻ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിക്ക് വേണ്ടി ഞാനത് വിനിയോഗിക്കുമെന്നാണ്. ഉത്തരം കിട്ടുന്ന ഒരൊറ്റൊരു പ്രാർത്ഥന ഉണ്ട് എന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചോദിക്കുക, പിന്നെ ആർക്ക് വേണ്ടിയിട്ട്? സുൽത്താന് വേണ്ടി ചോദിക്കുമെന്നാണ്. അത് ബുദ്ധിയുള്ള ഒരു ആലിമിന്റെ വാക്കാണ്. എന്തുകൊണ്ടാണത്? ഭരണാധികാരി നന്നായാൽ അദ്ദേഹത്തിന് കീഴിലുള്ള ആളുകളും നന്നായി തീരും. അവരെത്ര കണ്ട് സലാഹിലാകുന്നോ അത്ര കണ്ട് ജനങ്ങളും നന്നായി തീരും. അതുകൊണ്ട് അവരോടുള്ള നസീഹത്തിൽപ്പെട്ടതാണത്. അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ രൂപത്തിൽ അവരോട് കൂറുപാലിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്, അവർക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടാതിരിക്കുക എന്നുള്ളതൊക്കെ ഭരണാധികാരികളോടുള്ള, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ്. അഞ്ചാമത്തത്, അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലി ആമ്മത്തിഹിം, മുസ്ലിമീങ്ങളിലെ പൊതു സമൂഹത്തോട്, അഥവാ ഇസ്ലാമിൻ്റെ അകത്തുള്ള മുസ്ലിമീങ്ങളായ ആരൊക്കെ ഉണ്ടോ അവരോട് നമുക്ക് നസീഹത്തുണ്ട്, ഗുണകാംക്ഷയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട മുആമലാത്തുകൾ, ഇടപാടുകൾ അത് പരിശുദ്ധമായിരിക്കണം. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നോ അതൊക്കെ നമ്മുടെ സഹോദരൻ ഇഷ്ടപ്പെടണം. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുസ്ലിമായ നമ്മുടെ സഹോദരന് നമുക്ക് നമ്മുടെ കാര്യത്തിൽ നാം എന്തൊക്കെ ഇഷ്ടപ്പെടുന്നോ അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടണം. എനിക്കെന്തൊക്കെ ഞാൻ ഇഷ്ടപ്പെടോ അതൊക്കെ എൻ്റെ സഹോദരൻ ഇഷ്ടപ്പെടണം. അത് വലിയ കാര്യമാണ്. അതേപോലെ സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളിലെ പൊതു സമൂഹത്തോടുള്ള ഗുണകാംക്ഷയിൽപ്പെട്ടതാണ്. കൂടെ ഉള്ള ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ കൈപിടിക്കണം. കൈപിടിക്കാൻ പറ്റിയ അവസ്ഥയാണെങ്കിൽ കൈപിടിക്കണം. ഇനി പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഇനി അതൊന്നും സാധിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ട് വെറുത്ത് അകന്ന് നിൽക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും കൂടെ, അത് നമ്മളാളല്ലേ എന്ന് പറഞ്ഞ് കൂടെ കൂട്ടാൻ പാടില്ല. കൈ പിടിച്ച് നന്നാക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. അതല്ലെങ്കിൽ പറയണം, പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, നിരന്തരം പറയണം, ശരിയാക്കാൻ നോക്കണം. അത് നശിച്ചുപോകാൻ അങ്ങനെ വിട്ടേക്കരുത്. അതുമല്ലേ അകന്ന് നിൽക്കണം. അതുപോലെ സഹോദരങ്ങളെ, ഒരു ഉപദേശം ചോദിച്ചാൽ നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചു, നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കണം. ഇന്ന കാര്യം ഇന്ന രൂപത്തിൽ ചെയ്യണം, നസീഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കണം. നസീഹത്തുണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് അവൻ്റെ ന്യൂനതകൾ അത് മറച്ചു വെക്കാൻ ശ്രമിക്കണം. വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ന്യൂനതകൾ ഉണ്ടാകും. മനുഷ്യർ എല്ലാവരും നല്ല പരിപൂർണരായ ആളുകളായിരിക്കുകയില്ല. അത്തരം ന്യൂനതകൾ എന്തെങ്കിലും നമ്മൾ കണ്ടു, മറച്ചു വെക്കണം, പ്രചരിപ്പിക്കരുത്. അപ്പം തന്നെ വേഗം എടുക്കുക, 2 വോയിസ് ഇടുക, കഴിഞ്ഞ്. അതോടുകൂടി അവൻ്റെ അഭിമാനം പിച്ച് ചീന്തപ്പെടും. പാടില്ലാത്തതാണ്, വലിയ അപരാധമാണത്. അള്ളാഹു പരലോകത്ത് ഈ പറഞ്ഞ ആളുടെ മുഖം പിച്ചു ചീന്തും. ഇനി ഒരാൾ മറച്ചു വെച്ചാൽ അള്ളാഹു അയാളുടെ ഐബും മറച്ചു വെക്കും. അയാൾ വഷളായി പോവുകയില്ല. നമ്മൾ ഒരാളെ വഷളാക്കിയാൽ അള്ളാഹു അയാളെ വഷളാക്കും. നമ്മൾ ഒരാളെ വഷളാക്കിയാൽ അള്ളാഹു നമ്മളെ വഷളാക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഐബുകൾ, ന്യൂനതകൾ കിട്ടിയാൽ നമ്മൾ മറച്ചു വെക്കണം. ഇനി ഒരുത്തര് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട തിന്മയാണെങ്കിൽ അത് അറിയിക്കേണ്ട ആൾ അറിയിക്കണം. ഒരുത്തര് കൊന്നിട്ട് ഇങ്ങനെ നടന്നു പോകാൻ അപ്പം ന്യൂനത മറച്ചു വെക്കാൻ പറ്റില്ല. അറിയിക്കേണ്ട ആൾ അറിയിച്ചിട്ട് കൊണ്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അത് മറ്റൊരു വിഷയം. അതല്ലാത്ത ന്യൂനതകൾ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള വിഷയങ്ങൾ, അതൊക്കെ സഹോദരങ്ങളെ മറച്ചു വെക്കുക എന്നുള്ളത്. എന്നിട്ട് നമ്മൾ നസീഹത്ത് കൊടുക്കണം, ഉപദേശിക്കണം, കൈപിടിക്കണം, പറഞ്ഞു കൊടുക്കണം, സംസാരിച്ചു കൊടുക്കണം. ഈ രൂപത്തിലൊക്കെ പൊതുജനങ്ങളോട് നമ്മൾ
നസീഹത്തുള്ളവരായിരിക്കണം. അതുപോലെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ പൊതു സമൂഹത്തോടുള്ള നമ്മുടെ നസീഹത്തിൽപ്പെട്ടതാണ്. ഇതാണ് സഹോദരങ്ങളെ ദീൻ ഗുണകാംക്ഷയാണ് എന്ന് പറഞ്ഞാൽ, നസീഹത്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ ആളുകളോട് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമുക്ക് നസീഹത്തുണ്ടായിരിക്കണം, വീഴ്ച വരാതെ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയ സമ്പുഷ്ടമായ വാക്കുകളിൽ അടങ്ങുന്ന ഹദീസാണ്. കുറച്ചേ വാക്കുള്ളൂ, പക്ഷേ ധാരാളം വിശദീകരിക്കാൻ മാത്രമുള്ള അർത്ഥങ്ങൾ അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും വീഴ്ചകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹു മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.